നമുക്ക് ഈ മാസത്തിലേക്ക് കടക്കാം. മെയ് മാസം. ഇറ്റ് ഈസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ. അസാധാരണമായ വിശാലതകളുടെ വർഷമാണ്, മാസമാണ് ഈ മാസം. എഴുതുന്നവർ എഴുതുക, നോട്ട് ചെയ്തെഴുതാമോ? അസാധാരണ വിശാലതയുടെ മാസമാണ്. വാഗൊണ്ട് അതൊന്ന് പറയാമോ? ഒന്നുകൂടെ. അപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കഴിഞ്ഞു. ഇതെന്താണ്? അസാധാരണ വിശാലതയുടെ മാസമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അകത്തൊരു സ്പാർക്ക് വന്ന എത്ര പേരുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകണം, ഒരു എക്സ്പാൻഷൻ ഉണ്ടാകണം, ഒരു എൻലാർജ്മെൻ്റ് ഉണ്ടാകണം, ഞെരുക്കങ്ങൾ മാറണം. അങ്ങനെ ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്താമോ? നിങ്ങളുടെ സ്വന്തമായി മാറും. കമോൺ, നമുക്കിതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് പോകാം. മെയ് മാസത്തെ പ്രാവചനിക പ്രഖ്യാപനം നിങ്ങൾ നോക്കണം. പറയുമ്പോൾ ആരെങ്കിലും അത് വായിക്കുമ്പോൾ അതൊരു പ്രഖ്യാപനം പോലെ, ഒരു മുദ്രാവാക്യം പോലെ ഹൃദയത്തിൽ നിന്നും വാഗൊണ്ടും ശക്തമായി പറയണം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആമേൻ. 1 2 3. ഈ മാസം എൻ്റെ പ്രാപ്തിയെ വിശാലമാക്കുന്നു. 2, എൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു. ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സകല പരിധികളും മാറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ മാസം ദൈവിക വർധനവിൽ ജീവിക്കും. പുതിയ മേഖലകൾ അവകാശമാക്കാനുള്ള അധികാരം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക, സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഇതല്ല, ഇത് നോക്കുക. ഒന്ന്, എൻ്റെ പ്രാപ്തിയെ വിശാലമാക്കുന്നു. പറഞ്ഞേ, കപ്പാസിറ്റി വർദ്ധിക്കുക. അപ്പുറത്ത് കണ്ടോ? ഈ വിൽ എൻലാർജ് മൈ കപ്പാസിറ്റി. ഉൾക്കൊള്ളുവാനുള്ള കഴിവ് വിശാലമാക്കുന്നു. സ്വാധീനം വർദ്ധിക്കുന്നു. പറയാമോ? പിന്നെന്താ? ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. വചനത്തിലുള്ളതായത് പരക്കും. പറ, ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. പിന്നെ പരിധികൾ മുഴുവൻ മാറ്റപ്പെടും, അല്ലേ? പരിമിതികൾ മുഴുവൻ മാറുന്നു. അടുത്തത് ദൈവിക വർധനവുണ്ടാകും. പുതിയ മേഖലകൾ അവകാശമാക്കാനുള്ള അധികാരം, ചില പുതിയ ടെറിട്ടറീസ് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. ഇനി ഈ മാസത്തെ ഫോക്കസ് വേഴ്സ് കാണുക. 54 ഏശയ്യാവ് 2-ാമത്തെ വചനമാണ്. വായിക്കാമോ? നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. ആ മനുഷ്യൻ ചെയ്യുന്ന കണ്ടോ? അതിൻ്റെ അകത്ത് കണ്ടോ? ഒരു ചെറിയ കൂടാരമായിരുന്നു, പക്ഷേ വലിയ കൂടാരമാക്കി അതിനെ പിച്ച് ചെയ്യുകയാണ്. അതിനെ ഭയങ്കരമായിട്ട് വിശാലമാക്കിയാണ്. എല്ലാവരും ഒന്നിങ്ങനെ ചെയ്തേ. എൻ്റെ അതിരുകൾ വിശാലമാകട്ടെ. പറ, എൻ്റെ അതിരുകൾ വിശാലമാകട്ടെ. ശരിക്കും പറ, അതിരുകളൊക്കെ വിശാലമാകട്ടെ. ഹല്ലേലൂയ. ആ പുള്ളി വചനം അനുസരിക്കുന്നുണ്ടോ? ഇത് കേട്ടേ ഉള്ളൂ, അദ്ദേഹം തിരശീലകളെല്ലാം വലിച്ച് അടിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ഈ കൂടാരം പോലെ, ബോങ്കയുടെ ഒക്കെ കൂടാരം പോലെയോ സർക്കസ് കൂടാരം പോലെ വലിയൊരു ടെൻ്റ് ഒന്ന് കാണിക്കണേ. അല്ലെങ്കിൽ ഇത് തീരുന്നതിന് മുമ്പൊന്ന് കാണിച്ചാൽ കൊള്ളാം. ഇതും പോരെന്ന് ഞാൻ പറയുന്നത്. വിശാലമാകട്ടെ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ആമേൻ. ഇന്നത്തെ സന്ദേശം, യു നീഡ് മോർ സ്പേസ്. എഴുതുക, യു നീഡ് മോർ സ്പേസ്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ഞെരുക്കത്തിൽ വിശാലത. പറഞ്ഞേ, ഞെരുക്കത്തിൽ വിശാലത. എല്ലാവരും വാഗോണ്ട് പറയാം, ഞെരുക്കത്തിൽ വിശാലത. ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വിശാലത തരാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ ഹാജരുള്ളത്. ഇത് അറിയണം, പ്രതീക്ഷിക്കണം.
അതിലേക്ക് നടക്കണം. ചിന്തിക്കുക, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ ഞെരുക്ക് അനുഭവിക്കുന്നുണ്ടോ? ഒന്ന്, വീട്ടിൽ തന്നെ സ്ഥല സൗകര്യമില്ല എന്നിരിക്കട്ടെ, എല്ലാവർക്കും കൂടി ഒന്ന് പെരുമാറാൻ, കിടന്നുറങ്ങാൻ, രണ്ടുപേര് അതിഥികൾ വന്നാൽ ഒന്ന് കിടത്താൻ സ്ഥലമില്ല. അങ്ങനെയുള്ള ഞെരുക്കങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? വിശാലതകൾ തരാൻ കർത്താവിന് സാധിക്കും. അത് ദർശനം കണ്ടുകൊണ്ട് വേണം അടിക്കാൻ. ഇന്നത്തെ അവസ്ഥകൾ മാറും മാറും മാറും. ഞങ്ങൾ ഈ മുംബൈ പോലുള്ള പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡെൻസ്ലി പോപ്പുലേറ്റഡാണ്. അങ്ങനെ വരുമ്പോൾ ഒരു താമസം, ഒരു വാടക വീട് എടുക്കാൻ, ഏതെങ്കിലും ഒരു വീട് വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ കുട്ടി കുട്ടി മുറികളാണ്. അപ്പോൾ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, അപ്പൻ അമ്മ ചിലപ്പോൾ 3 or 4 മക്കളെല്ലാം കൂടെ ചിലപ്പോൾ ഒരു മുറിയേ കാണും, ഒരു ടോയ്ലറ്റ്, ഒരു ചെറിയൊരു കിച്ചൺ. ഇതിലാണ് ജീവിക്കുന്നത്. പല തിരക്കുള്ള പട്ടണങ്ങളിലും സ്പേസ് വളരെ കുറവാണ്. അതിനകത്ത് ഞെരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സാധ്യമല്ല. ഒരാൾ കുളിച്ചിറങ്ങി അടുത്ത ആൾ ക്യൂ ആണ്. രാവിലെ എല്ലാവരും ഒരുങ്ങി പോകണമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഊഴമനുസരിച്ച് പെട്ടെന്ന് വൈകി കഴിഞ്ഞാൽ മുട്ടുവരും. ആ സമയത്ത് 2 ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഈ ഭൂമിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? നോ, മനുഷ്യൻ അങ്ങനെ ആക്കി വച്ചിരിക്കുക. പക്ഷെ ദൈവമക്കൾക്ക് വിശാലതയ്ക്കൊരു സ്കോപ്പുണ്ട്. ഞാൻ പറയുന്നു, ദൈവമക്കൾക്ക് വിശാലതയ്ക്കൊരു സ്കോപ്പുണ്ട്. ഞാനിത് പറയുമ്പോൾ അകത്ത് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരണം, ആഗ്രഹം വരണം. അത് പിറുപിറുപ്പല്ല, ആർത്തിയല്ല. വിശാലമായാൽ അതിനനുസരിച്ച് പലതും പലർക്ക് വേണ്ടിയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കും. ഇങ്ങനെ ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തുടങ്ങുന്ന ആളുകൾക്ക്, ഇവിടെ ഈ ടെൻറ്റ് കണ്ടായിരുന്നോ? 10,000 പേർക്ക് ഇരിക്കാവുന്ന ടെൻറ്റാണ്. ഞാനിവിടെ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിറ്റൂർ റോഡിൽ ആദ്യം നമ്മുടെ പ്രെയർ ചേംബർ നടക്കുന്ന സമയത്ത് കുറച്ച് പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റും. എന്നാൽ അത് നിറഞ്ഞു കഴിഞ്ഞ സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ കാല് പോലും നിവർത്താൻ പറ്റില്ല, മുമ്പിലുള്ള ആളുകൾ ഇടിക്കേണ്ടി വരും. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്, അതുപോലെ ക്രാംഡായിട്ട് ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ അവിടെ എഴുന്നേറ്റിട്ട് ഈ വചനം വായിച്ചു. യെശയ്യാവിൻ്റെ പുസ്തകം 54:2 വായിച്ചു. നിന്റെ കൂടാരത്തിൻ്റെ കുറ്റികളൊക്കെ അടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുക. ഉണ്ടായ സംഭവം കേൾക്കുമോ? ഇതിപ്പോൾ നമ്മൾ പ്രാവചനികമായിട്ടിങ്ങനെ പറഞ്ഞു, അത് ശരിക്കും സംഭവിച്ചു. ഞാനിത് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സംഭവിച്ചത്, അതിൻ്റെ പുറത്തേക്ക് പനയോല കൊണ്ടൊരു പന്തലിട്ടു. പക്ഷെ മഴ വന്നപ്പോൾ വെള്ളം മുഴുവൻ ഈ സാധാരണ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ മേഞ്ഞത് ശരിയായില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തത്, മുംബൈയിൽ വേറെ എവിടെയോ കൊടുത്തിട്ട് വലിയ ഷീറ്റുകൾ വാങ്ങി, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ കയറുകൊണ്ട് വലിച്ചടിച്ചു. അത്രയും അതിനെ വിശാലമാക്കി. അവിടെയും പറ്റാതായപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ വന്നത് ഒരു ചെറിയ സ്ഥലത്താണ്. അത് വീണ്ടും ഇടഭിത്തികളെല്ലാം പൊട്ടിച്ച് വിശാലമാക്കി പുറത്തേക്ക് പന്തലിട്ട് അവസാനം ഇവിടെ ഒരു പന്തലിട്ടു. അങ്ങനെയാണ് ഇതിന് രൂപാന്തരം വന്നത്. ഇത്രയും ചരിത്രത്തിൽ, ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിൽ കിടക്കുന്നത് കൊണ്ട് ഇതിലോട്ട് വന്ന് കയറുന്നവർക്ക് ആ അനുഗ്രഹമുണ്ട്. നന്നായിട്ടടിക്കുക. എല്ലാ സാറ്റലൈറ്റ് ബ്ലെസ്സിംഗ് സെൻ്ററുകളോടും പറയുന്നു, വിശാലമാകട്ടെ, വിശാലമാകട്ടെ, വിശാലമാകട്ടെ. ഒതുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ബൈ ദ വേ, ഒരു കാര്യം പറയാൻ പറ്റുമോ? നമ്മുടെ മാവേലിക്കര ബ്ലെസ്സിംഗ് ടുഡേ ഇന്നൊരു പുതിയ ഹോളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ലൈവായിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ സെറ്റപ്പൊക്കെയായി. മാത്രമല്ല സ്ഥിരമായി എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കയറി പ്രാർത്ഥിക്കാവുന്ന രീതിയിൽ ഞായറാഴ്ചയല്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കൈ ഉയർത്തി
കൈനീട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, മാവേലിക്കര ബ്ലെസ്സിങ് ടുഡേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നവിടെ കൂടിയിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ ഹോള് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. അനേകർ അവിടെ വന്ന് വിടുതൽ പ്രാപിക്കട്ടെ, രക്ഷ പ്രാപിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ബ്ലസ് ചെയ്യുക. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ അഡ്രസ്സ് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക സ്ക്രീനിൽ. അത് കൂടാതെ അവിടെ ഇന്ന് ബ്രൂസ് ബ്രദർ അവിടെ ശുശ്രൂഷിക്കുന്ന, മനോജ് കെ ബ്രദർ, ഷീൻ സിസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. ബ്രൂസ് ബ്രദർ ഇന്ന് അവിടെ പ്രത്യേകിച്ചുണ്ട് ശുശ്രൂഷിക്കാനായിട്ട്. ഗോഡ് ബ്ലസ് യു. ഇനി നമുക്ക് ഞെരുക്കങ്ങളിൽ നിന്ന് വിശാലത നൽകുന്നൊരു ദൈവത്തിലേക്കാണ് നമ്മൾ ഈ മാസം തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ 2 കുടുംബങ്ങളൊക്കെ ഒറ്റ അപ്പാർട്ട്മെൻറ്റിൽ ഷെയർ ചെയ്ത് താമസിക്കുന്നവരുണ്ട്, ഷെയറിങ്. ചില സ്ഥലങ്ങളിൽ ഡോർമിറ്ററി സിസ്റ്റമാണ്. ഒറ്റ മുറിക്കകത്ത് ഡബിൾ ഡെക്കർ കോട്ടുകളിട്ട് 20 പേര് വരെ താമസിക്കും. ലേബർ കോളനികളിലൊക്കെ ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ. കാനഡയിലും പല സ്ഥലങ്ങളിൽ ഇന്ന് ഒരു റൂം ഷെയറിങ് പോയിട്ട് ബെഡ് സ്പെയർ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഒരു കട്ടിൽ, അതിൻ്റെ പകുതി ഒരാൾക്കും പകുതി ഒരാൾക്കും, അതിന് ഫീ. അങ്ങനെ വരെ വരുന്ന ഞെരുക്കങ്ങളുള്ള സ്ഥലത്ത് ഞാൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ വിശ്വസിക്കുമെങ്കിൽ, പ്രത്യാശിക്കുമെങ്കിൽ ഈ അവസ്ഥകളെ മാറ്റി ഒരു വലിയ വിശാലത തരാൻ കഴിവുള്ളൊരു ദൈവത്തെ കയറി പിടിച്ചോ. ഹല്ലേലൂയ. ദൈവം ഞെരുക്കത്തിൽ വിശാലത നൽകിയ നിരവധി സംഭവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതിലൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗം. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ. പ്രവാചക ശിഷ്യന്മാർ ഏലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഓക്കെ, ഞങ്ങൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സ്റ്റോറി? ഇതൊരു വലിയ മിറക്കിളാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, വായിച്ചു. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്നവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഒന്നുകൂടി ഇത് വായിച്ച സമയത്ത് പണ്ട് വായിച്ച ഓർമ്മ വന്ന് എത്ര പേരുണ്ട്? അതായത് കോടാലിയുടെ ഇരുമ്പുണ്ടല്ലോ, അത് വെള്ളത്തിൽ പോയിട്ട് പ്രവാചകനൊരു ചെറിയൊരു വടി വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു. പറഞ്ഞേ, ഇരുമ്പ് പൊങ്ങി വന്നു. അതൊരു അത്ഭുതമല്ലേ? എന്നെങ്കിലും എവിടെയെങ്കിലും ഇരുമ്പ് പൊങ്ങി നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബോള് പൊങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ട്, കുപ്പി ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ട്, കാലിക്കുപ്പി. പക്ഷെ ഇതല്ല സംഭവിച്ചത്. കോടാലിയുടെ ഈ ഇരുമ്പ് നമുക്കറിയാം, വെള്ളത്തിലിട്ടാൽ ഏറ്റവും താഴെ പോയി കിടക്കും. ഒരു വടി വെട്ടി എറിഞ്ഞപ്പോൾ അത് പൊങ്ങി വന്നു. ഇങ്ങനൊരു മിറക്കിൾ ഏലീശ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചു. പൊതുവിൽ അറിവിന് വേണ്ടി പറയുകയാണ്, അതേ ദൈവത്തെയാണ് നമ്മളും സേവിക്കുന്നത്. ശാസ്ത്രത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഭവം ശുശ്രൂഷയിൽ നടക്കുകയാണ്. അത് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ പുറകിലൊരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത്, എലീശ പ്രവാചകൻ ഒരു സ്കൂൾ ഓഫ് ദ പ്രോഫറ്റ്സ്, പ്രവാചകന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു സ്കൂൾ നടത്തുകയാണ്. ബൈബിൾ സ്കൂൾ നടക്കുന്നത് പോലെ പ്രവാചകന്മാരെ പണിതെടുക്കുന്ന പ്രൊഫറ്റിക് സ്കൂൾ നടക്കുകയാണ്.
ആ വർഷം എനിക്ക് മനസ്സിലായത് അഡ്മിഷൻ കൂടുതലായിരുന്നു. അഡ്മിഷൻ കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവർ ഇംഗ്ലീഷിൽ ക്ലിയറാണ്, അവരുടെ മീറ്റിംഗ് പ്ലേസ്, അവർ ഒരുമിച്ച് വന്ന് കൂടുന്ന എന്ന് വെച്ചാൽ പ്രവാചകൻ വന്ന് ഇവരെ ശുശ്രൂഷിച്ച് ഇവർക്ക് ലെസൺസ് പറഞ്ഞു കൊടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് ഇവരെ ട്രെയിൻ ചെയ്യുന്ന ആ സ്ഥലം, ഇന്നത്തെ രീതിയിൽ പറയുവാണെങ്കിൽ പ്രാർത്ഥനാലയം, പ്രെയർ ഹാൾ, ചാപ്പൽ, അവരുടെ ചർച്ച് ഹാൾ, വർഷിപ്പ് ഹാൾ, അത് വളരെ ഇടുങ്ങിയതാണ്. ഇടുങ്ങാൻ കാരണം എന്താണ്? അഡ്മിഷൻ കൂടി, കുറേ പിള്ളേരും കൂടെ ജോയിൻ ചെയ്തു, എല്ലാവർക്കും കൂടി ഇരിക്കുവാൻ അതിനകത്ത് എന്തില്ല, സ്ഥലമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് പ്രയർ ചേമ്പറിൽ ഇരുന്ന പോലെ ഇരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അവർക്ക് ഒരു തോന്നൽ തോന്നി, കുറച്ചുകൂടി വിശാലമായൊരു പ്രാർത്ഥനാലയം പണിതാലോ. ഹല്ലേലൂയ. നമ്മുടെ പ്രെയർ ഹാൾ ഒന്നുകൂടെ പുതുക്കി ഒരു വിശാലമാക്കി പണിതാലോ. ഉടൻ തന്നെ ഒരു പദ്ധതി ഇട്ടു, നമുക്ക് യോർദാൻ വരെ പോകാം. യോർദാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാജ്യം ജോർഡൻ, അതല്ല ഉദ്ദേശിക്കുന്നത്, യോർദാൻ നദി. യോർദാൻ നദിയുടെ തീരത്ത് ചെന്നാൽ അവിടെ ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. അത് വെട്ടി അതിൻ്റെ മരം കൊണ്ട് ഒരു പുതിയ പ്രെയർ ഹാൾ നമുക്ക് പണിതാൽ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അഡ്മിഷൻ കൊടുത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊഫറ്റിക് സ്കൂള് വലുതാക്കാം. ചോദ്യം, നിങ്ങളൊരു പക്ഷേ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു തയ്യൽ ഒരു സ്റ്റോർ ഒരു തുണിക്കട നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഉള്ളിലൊരാഗ്രഹം, കുറച്ചുകൂടി വലിയൊരു മുറി കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി വലിയ ഇങ്ങനത്തെ ഒരു സ്റ്റോള് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലാകാമായിരുന്നു. വീട്ടിൽ സൗകര്യമില്ല, പലതിലും സൗകര്യക്കുറവ്. ഒരല്പം വിശാലത ഉണ്ടായിരുന്നെങ്കിലെന്ന് ഏതെങ്കിലും ഏരിയയെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? നിങ്ങൾക്കുള്ളതാണ് ഈ കഥ. ഹല്ലേലൂയ. വിശ്വസിക്കുമെങ്കിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ ഇവിടെ നമ്മൾ അടുത്ത നാളുകളിൽ കേൾക്കാൻ പോവുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ ബ്ലെസ്സിങ് ടുഡേയിൽ ആരംഭിക്കുക. നാച്ചുറൽ സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ ബ്ലെസ്സിങ് ടുഡേയിൽ ആരംഭിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഒന്ന് വിശാലമായാൽ എന്തൊക്കെ സംഭവിക്കും? ഫിസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ, പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ വിശാലമായ സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പെരുമാറാനും ഒക്കെ ഒരു ഭയങ്കരമായൊരു ഒരു ഫ്രീഡം കിട്ടും നമുക്ക്, ഇല്ലേ? സത്യം പറഞ്ഞാൽ ഭയങ്കരമായി ഇടുക്കത്തിലായിരിക്കും, നമ്മുടെ മനസ്സും അങ്ങ് വല്ലാതായി പോകും. അതേസമയത്ത് ഒരല്പം കൂടെ വിശാലത ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനും എന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായി പോലും നമുക്കൊരു ഒരു സ്വാതന്ത്ര്യമുണ്ടാകും. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും സ്പേസ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു വളർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. ആത്മീയമായിട്ടാണെങ്കിൽ പോലും അതിൻ്റെതായ രീതിയിൽ നമുക്ക് പലതും പണിതെടുക്കാൻ കഴിയും. എനിക്ക് മനസ്സിലായത്, മെയ് മാസത്തിൽ കർത്താവ് ഇങ്ങനൊരു ദൂത് നമ്മുടെ സഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്കോ കർത്താവ് നമ്മെ നയിക്കാൻ പോകുന്നതിൻ്റെ സഭയായി, അപ്പോൾ തന്നെ കുടുംബങ്ങളായി, വ്യക്തികളായി ചിലതിലേക്കൊക്കെ കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. 4 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, റെക്കഗ്നൈസ് ദ സൈൻ ഓഫ് എക്സ്പാൻഷൻ. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടയാളം, വിശാലതയുടെ അടയാളം തിരിച്ചറിയുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വിശാലതയുടെ അടയാളം തിരിച്ചറിയുക. റെക്കഗ്നൈസ് ദ സൈൻ ഓഫ് എക്സ്പാൻഷൻ. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു വിശാലത വരാൻ സമയമായി എങ്ങനെ മനസ്സിലാക്കാം? എൻ്റെ ജീവിതത്തിൽ ഒരു വിശാലത വരാനുള്ള സമയമായോ ഇല്ലയോ എങ്ങനെ മനസ്സിലാവും? അതിന് ചില ദൈവിക അടയാളങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രവാചക ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രൊഫറ്റിക് സ്കൂളിൽ പങ്കെടുക്കുന്നവർ പറയുകയാണ്, നമുക്ക് ദ പ്ലേസ് where we meet with you is too small for us. നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ ഹാള്, ഈ സ്ഥലം വളരെ ചെറുതായിരിക്കും, വളരെ ഞെരുക്കമുള്ളതാണ്. ഈ തിരിച്ചറിവാണ് അവർക്ക് ആദ്യമുണ്ടായത്. ഈ കഥ തുടങ്ങുന്നത് അവിടെയാണ്. എന്താണ് ഉണ്ടാകേണ്ടത്?
ഞെരുക്കം തിരിച്ചറിയുക. പറഞ്ഞേ, ഞെരുക്കത്തെക്കുറിച്ച് ഒരു അവയർനെസ് നമ്മുടെ അകത്തുണ്ടാകണം. ഞെരുക്കം, ഞാൻ ഞെരുക്കത്തിലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം ആ സ്ഥലം എത്രയുണ്ടോ അതിനേക്കാൾ, അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ചെയ്യുന്നതിനേക്കാൾ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനകത്ത് കയറിയേക്കുക. അങ്ങനെയുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലായി അവിടെ ഒരു വിശാലതയുടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞെരുക്കത്തെ തിരിച്ചറിയുക. പറയാമോ? 3-4 പേരോട് പറയാമോ? രണ്ട് രീതിയിലാണ് ഞെരുക്കം വരുന്നത്. ഒന്ന്, ടൈറ്റ്നസ് കോസ്ഡ് ബൈ സ്റ്റാഗ്നേഷൻ, എന്ന് വെച്ചാൽ വളർച്ച ഇല്ലായ്മ മൂലമുള്ള ഞെരുക്കം. അതായത് വളർച്ച നിന്നു, അതുകൊണ്ട് യാതൊരു വിശാലതയും ഉണ്ടാകുന്നില്ല, വളർച്ച നിന്നുപോയി. ഇതാണ് ഒന്നാമത്തേത്. യു ആർ സ്റ്റക്ക്. ജീവിതം എവിടെയോ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്, വളരുന്നില്ല. അതിനാൽ തന്നെ ഇടുങ്ങിയ സ്ഥലത്ത് തന്നെ ആയിപ്പോയി. രണ്ടാമത്തേത് ടൈറ്റ്നസ് കോസ്ഡ് ബൈ ഗ്രോത്ത്. വളരുന്നത് കൊണ്ട് ഞെരുക്കം വരുന്നു. അതിൻ്റെ അർത്ഥം യു ഹാവ് ഔട്ട്ഗ്രോൺ ദ സ്പേസ്. ഉള്ള സ്ഥല സൗകര്യത്തെക്കാൾ കൂടുതൽ ആളുകൾ വരുന്നു, അങ്ങനെയും ഉണ്ട് ഞെരുക്കം. ഈ രണ്ട് രീതിയിലുള്ള ഞെരുക്കമായാലും ദൈവത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. ഇവിടെ ഈ ശിഷ്യന്മാർക്ക് സംഭവിച്ചത്, പ്രവാചക ശിഷ്യന്മാർക്ക് സംഭവിച്ചത് രണ്ടാമത്തെ കാര്യമാണ്. അഡ്മിഷൻ കൂടുതലാണ്, ശുശ്രൂഷകരായി വളരുന്നവർ കൂടുതലാണ്, അവർക്ക് എല്ലാവരും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. എന്നാൽ അത് അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ഞാനൊരു കാര്യം പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗം 3-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഞെരുക്കത്തിലിരിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ വിശാലതയിലേക്ക് നടക്കാനും ഒരു സമയമുണ്ട്. മെയ് മാസം അതിനുള്ള സമയമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. 3-4 പേരോട് പറയുക, റെഡിയാവുക. ഹല്ലേലൂയ. വളരെ ഞെരുങ്ങി ജീവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത്. ഒത്തിരി ഞെരുക്കത്തിലൂടെ പോയവരാണ്. എന്നാൽ ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ഞെരുക്കത്തിൽ നിലവിളിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. വിളി കേട്ട് അവിടെ ഇരുന്നു എന്ന് പറയുന്നവനല്ല, വിശാലതയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. റെഡിയാണോ? അപ്പോൾ എങ്ങനെ തിരിച്ചറിയാം എനിക്ക് വിശാലമാകാൻ സമയമായി എന്നെങ്ങനെ തിരിച്ചറിയാം? ഇത്രയേ ഉള്ളൂ. ആ ഞെരുക്കത്തിൻ്റെ സ്ട്രെസ്സും പ്രഷറും അകത്ത് വന്നിട്ട് ഒരു വല്ലാത്ത അസ്വസ്ഥത, ഇനി ഇങ്ങനെ മുന്നിലോട്ട് പോകാൻ പറ്റില്ല കർത്താവേ എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അടുത്ത വിശാലതയാണ്. മനസ്സിലായവർ മാത്രം. ഹല്ലേലൂയ. ഇതിൽ പെട്ടൊരു സാധനമാണ് സാമ്പത്തിക ഞെരുക്കം. കഴിഞ്ഞ മാസം മൊത്തം സാമ്പത്തിക കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഞെരുക്കം, കർത്താവേ ഈ ഒരു സാലറി കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു വലിയ ഞെരുക്കത്തിൻ്റെ, ഡിസ്കംഫർട്ടിൻ്റെയും ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെങ്കിൽ, ആ പ്രഷർ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിശാലതയിലേക്ക് പോകുവാനുള്ള ത്രെഷോൾഡിൽ, ആ കട്ടിളവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. അതാണ് ഇവർക്ക് സംഭവിച്ചത്. ഇവർ തന്നെ മനസ്സിലായി, ഇതിനു മുമ്പ് വലിയ കുഴപ്പമില്ല, കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു, അതിന് മുമ്പത്തെ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും ഒരുവിധം കൈ കാലൊക്കെ എടുത്ത് ഇരിക്കാവുന്ന ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ആള് കൂടിയത് കൊണ്ട് ഇതിനകത്തിരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം അടുത്ത സ്റ്റെപ്പ് വിശാലതയാണ്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ ഫീൽ ചെയ്യുന്നവർ മാത്രം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. അത് എന്തിലുമായിക്കോട്ടെ, ഏത് മേഖലയിലും ഭയങ്കരമായൊരു ഞെരുക്കം, ഇനി ഇങ്ങനെ പറ്റില്ല കർത്താവ് എന്ന് പറയുന്നവരെല്ലാം കൈകൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ. എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിലും, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് എല്ലാ ജില്ലകളിലും പ്രാർത്ഥിക്കുക.
വിശാലമാകട്ടെ. ഒരുപക്ഷെ സഭാ ഹാളുകളാ, പ്രാർത്ഥനാ ഹാളുകളായിരിക്കാം, നിങ്ങളുടെ ഭവനമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, whatever. പ്രാർത്ഥിക്കുക, ഭവനങ്ങൾ വിശാലമാകട്ടെ. പ്രാർത്ഥിക്കുക. എല്ലാവരും ഭവനങ്ങൾക്കകത്തുള്ള സാമ്പത്തിക സ്ഥിതികൾ പ്രാർത്ഥിച്ചോ, എല്ലാവരും വിശാലമാകട്ടെ. വിശാലമായ തലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കർത്താവ് ഇന്ത്യക്ക് വെളിയിലേക്ക് ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിശാലത വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശാലത വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശാലത വരട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങൾക്കകത്തേക്ക് വിശാലത വരട്ടെ. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കർത്താവേ, ആ സംരംഭത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ വിശാലത വരട്ടെ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കർത്താവേ, ഓരോ സഭകളും വിശാലമാകട്ടെ. നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്ന വിശാലമായ ഓഡിറ്റോറിയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ സാധിക്കുന്ന കർത്താവേ സ്ഥല സൗകര്യങ്ങൾ യേശുവിൻ നാമത്തിൽ കർത്താവേ എല്ലാ ജില്ലയിലും ബ്ലെസ്സിംഗ് ടുഡേയുടെ ഓഫീസുകൾ തുറക്കുന്ന തലത്തിലുള്ള വിശാലതകൾ യേശുവിന്റെ നാമത്തിൽ അത് വന്നു ചേരട്ടെ. കർത്താവേ, ദൈവമക്കളുടെ ജീവിതത്തിൽ വിശാലതകൾ വന്നു ചേരട്ടെ. 2 വീലറുകളുടെ സ്ഥാനത്ത് കർത്താവ് 4 വീലറിന്റെ വിശാലതകൾ യേശുവിന്റെ നാമത്തിൽ, വാഹനങ്ങൾക്കകം കർത്താവെ വിശാലതകൾ യേശുവിന്റെ നാമത്തിൽ അത് വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിങ്ങളൊരു ചെടി നട്ടു. ഒരു ചെടിയെ ഒരു ചെറിയ ചട്ടിയിൽ, ചെറിയ പോട്ടുണ്ടല്ലോ, ആ പോട്ടിനകത്ത് ഒരു ചെടി നട്ടു. ചെറിയൊരു ചെടിയാണ്, അത് മതി. അതിന് ആവശ്യമുള്ള മണ്ണുണ്ട്, ഇടമുണ്ട്, വെള്ളമൊഴിക്കാൻ സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പതുക്കെ പതുക്കെ അത് വളർന്ന് അത് പൊങ്ങി അതിൻ്റെ ബ്രാഞ്ച് എല്ലാം വന്ന് കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ചെറിയ ചട്ടിയുടെ അകത്ത് മണ്ണിൽ അതിൻ്റെ വേരുകളെല്ലാം ഇറങ്ങി വേരുകൾ ഒത്തിരി വളർന്ന് ആ ചെടിച്ചട്ടി മുഴുവൻ തിങ്ങി. ഇവിടെ എന്ത് സംഭവിക്കുന്നറിയാമോ? ഒരു പരിധി വരെ വളർന്ന ശേഷം അതിൻ്റെ വളർച്ച അവിടെ നിൽക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബോൺസായി എന്നാണ്. കൊച്ചു ആൽമരങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാം, മേശപ്പുറത്ത് വയ്ക്കാം. വലിയ ആൽമരമായി വളരേണ്ട സാധനം എത്രയോ അടി ആകാശം മുട്ടെ വളരേണ്ടത് ഒരു കൊച്ചു ചെടിച്ചട്ടിക്കകത്ത് ആൽമരമായിട്ടോ മാവായിട്ടോ പ്ലാവായിട്ടോ ഇരിക്കും. ചോദ്യം, എന്തുകൊണ്ട് ഇതിൻ്റെ വളർച്ച നിന്നു? സൂര്യപ്രകാശം ഇല്ലാഞ്ഞിട്ട്, സൂര്യൻ മുകളിലുണ്ട്, സൂര്യനുണ്ട്. വെള്ളം ഒഴിക്കാഞ്ഞിട്ട്, എത്ര ബക്കറ്റ് വേണേലും വെള്ളം ഒഴിക്കാം, വെള്ളമുണ്ട്. വളമിടണം, വളമിടാം, ഇതെല്ലാം ഉണ്ട്. ആകെപ്പാടെയുള്ള പ്രശ്നം ചട്ടിയാണ്. കുറച്ചുകൂടി വലിയ കോൺക്രീറ്റ് ചട്ടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വളർന്നേനെ. പകരം ആ ചട്ടിയിൽ നിന്ന് അതെടുത്ത് പുറത്ത് കൊണ്ടുപോയി ഒരു നിലത്ത്, വിശാലമായൊരു സ്ഥലത്താണ് അത് കൊണ്ടുപോയി നടുന്നതെങ്കിൽ അതൊരു പടുവൃക്ഷമായി വളർന്ന, ഓ മൈ ഗോഡ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരെയും റീപോർട്ട് ചെയ്യാനുള്ള സമയമായി. ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പറിച്ച് കൂടുതൽ വിശാലമാകാൻ, റീപോർട്ട് ചെയ്യാനുള്ള സീസണിൽ എത്തിച്ചേർന്നിരിക്കുന്നെന്ന് ഞാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മക്കളെ, ഈ റബ്ബർ തൈകൾ തുടങ്ങി എല്ലാം ആദ്യം ഈ പോളിത്തീൻ ബാഗ് പോലുള്ളൊരു സാധനത്തിലാണ് കിട്ടുന്നത്. പക്ഷെ ആ പോളിത്തീൻ ബാഗിൽ മാത്രം ആയുസ് മുഴുവൻ നിൽക്കുമോ? ഇല്ല. വരിയായി കുഴിയെടുത്ത് കൃത്യമായ സ്ഥലത്ത് കൊണ്ട് ഇത് നട്ടുകൊണ്ടിരുന്നാൽ അതങ്ങ് വളർന്ന് ഭയങ്കര റബ്ബർ മരങ്ങളായി മാറും. യേശുവിന്റെ നാമത്തിൽ നീ നിൽക്കുന്ന മണ്ണ് പോരാ, നീ ആയിരിക്കുന്ന ചെടിച്ചട്ടിയിലല്ല നിന്റെ ഭാവി. അതിൻ്റെ അപ്പുറത്തൊരു വിശാലതയുണ്ട്, വിശാലത നൽകുന്നൊരു ദൈവമുണ്ട്. Somebody receive, somebody get ready. ഇത് വിശാലമായ രീതിയിൽ ഒരു റിപ്പോർട്ടിംഗ് നടക്കുക. ഞങ്ങൾ സ്വീകരിക്കുന്ന കർത്താവേ, അയ്യോ, ജ്ഞാനമുള്ളൊരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നതാണ് ഈ കാണുന്നത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ ചെടിച്ചട്ടിക്കകത്ത് അതുവരെ വളരാൻ ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ റീപോർട്ട് ചെയ്യാൻ ഒരു സമയമുണ്ട്. മെയ് മാസത്തിൽ ആ സമയമായി.
കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലായിടങ്ങളിലും സഭകൾ പ്രാർത്ഥിക്കട്ടെ, ശുശ്രൂഷകർ പ്രാർത്ഥിക്കട്ടെ, ജനം പ്രാർത്ഥിക്കട്ടെ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ അവസ്ഥകൾ മാറാൻ സമയമായി, ഒരു വിശാലതയ്ക്ക് സമയമായി. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഐ നീഡ് മോർ സ്പേസ് ടു ഗ്രോ. എനിക്കിത് പോരാ, ഇത് പോരാ. സ്പേസ് കൂടാൻ പോവുക. കൂടുതലിടം പരിശുദ്ധാത്മാവേ, കൂടുതൽ സ്ഥലം, കൂടുതൽ സ്ഥലം. ഈ വിശാലതയ്ക്കുള്ളൊരു ഡിവൈൻ സിഗ്നൽ കിട്ടി എത്ര പേരുണ്ട്? എന്ന് വെച്ചാൽ പോരാ, ഞെരുങ്ങിയിട്ട് ഇനി എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല കർത്താവേ. ഇപ്പം ഞാൻ പറയാം, ഈ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, ഒരു ബെഡ്റൂം ആയാലും ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലായാലും ജീവിതം തുടങ്ങാം, നോ പ്രോബ്ലം. കല്യാണം കഴിഞ്ഞേ ഉള്ളെങ്കിൽ 10 ബെഡ്റൂമൊന്നിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഒരു മുറി കിട്ടിയാലും ജീവിക്കാം. പക്ഷെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു, അടുത്തൊരു കുഞ്ഞായി, 3 കുഞ്ഞുങ്ങളായി, കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കൂടുതൽ ബെഡ്റൂമുകൾ വേണം. അപ്പനമ്മയും ഒന്ന് വന്നാലൊന്ന് കിടത്താൻ അടുത്തൊരു റൂം വേണം. അപ്പോഴാണ് ആ പ്രഷർ വരുമല്ലോ, കർത്താവ് ഒരല്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ഗസ്റ്റ് വന്നാൽ കിടത്താൻ ഒരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ പാരൻസ് വന്നാൽ, അവളുടെ പാരൻസ് വന്നാൽ ഒന്ന് കിടത്താൻ സമയം, ഒരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു ഞെരുക്കം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, that is a divine signal. ഒരു ദൈവിക അടയാളമാണ്. പ്രവാചക ശിഷ്യന്മാർ പറയാ, നമ്മുടെ ഈ പ്രാർത്ഥനാ മുറി പോരാ, ഞങ്ങൾക്ക് ഭയങ്കര ഞെരുക്കമാണ്, ഒരു വിശാലത വേണം. ഈ തിരിച്ചറിവാണ് ദൈവം തന്നെ അവിടെ നിന്ന് പറിച്ച് ഇവരെങ്ങോട്ടാ പോകാൻ പോകുന്നത്? യോർദാന്റെ തീരത്തേക്ക്, ഒരു പുതിയ സ്ഥലത്തേക്ക്, ഒരു പുതിയ ലൊക്കേഷനിലേക്ക്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ചിലരെ പറിച്ചെടുത്ത് പുതിയ ലൊക്കേഷനുകളിലേക്ക് മാറ്റും, വിശാലതയിലേക്ക് ദൈവം കൊണ്ടുപോകും. Number two. രണ്ടാമത്തേത്, റിക്വസ്റ്റ് ദ എക്സ്പാൻഷൻ ബോൾഡ്ലി. ധൈര്യത്തോടെ വിശാലതയ്ക്കായി ചോദിക്കുക. Let's go to the Jordan. Let's build a place there. നമുക്ക് ജോർഡാനിലേക്ക് പോകാം. അവിടെ നമുക്ക് കൂടുതൽ വിശാലമായ ഒരു ഹോള് പണിയാം. ഞാനിത് ഇന്നത്തെ ഈ മെസ്സേജ് ഒരല്പം പ്രൊഫറ്റിക്കായിട്ടാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. ഒരു സ്റ്റഡി ക്ലാസ്സോ തിയോളജിയോ ഒന്നുമല്ല. ജീവിതങ്ങൾക്ക് രൂപാന്തരമുണ്ടാക്കുന്ന, ജീവിതങ്ങളിൽ പ്രൊഫറ്റിക്കായി ചെന്ന് ലാൻഡ് ചെയ്ത് ആക്ടിവേറ്റഡായി പലരെയും ലിമിറ്റഡ്നെസ്സിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്ന് പറിച്ച് പുറത്തെടുത്ത് വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയി അനന്ത സാധ്യതകളോടെ വളർത്തിയെടുക്കുന്ന ഒരു സ്കോപ്പാണ് ഇന്നത്തെ മെസ്സേജിനുള്ളത്. Anybody interested? Yes. Anybody interested? Yes. Anybody interested? Yes. ഇവര് വ്യക്തമായി പറഞ്ഞു. ആദ്യം ഒരു തിരിച്ചറിഞ്ഞു ഇത് ഞെരുക്കമുള്ളത്, ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അടുത്തത്, നമുക്ക് എങ്ങോട്ട് പോകാം? ലൊക്കേഷൻ കണ്ടു. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഇവരിൽ ചിലർ, ഇതൊന്നും ബൈബിളിൽ കേട്ടോ, എൻ്റെ ചില അനലൈസ് ചെയ്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു പക്ഷേ ചിലർ എന്ത് പോയി കാണും? ഈ യോർദാനിൽ പോയി ഒരു സ്ഥലമൊക്കെ ഒന്ന് നോക്കിക്കാണും. ആ സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്കൊന്ന് അടുത്ത ഒരു ഹോള് പണിയാൻ പറ്റിയ സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചു. മാത്രമല്ല, ചിലരൊക്കെ ഇവിടെ സ്പൈ ഔട്ട് ചെയ്ത് വൃക്ഷങ്ങൾ കണ്ടുപിടിച്ചു, മരങ്ങൾ കണ്ടുപിടിച്ചു. ഇന്നിന്ന മരങ്ങൾ വെട്ടി അതുകൊണ്ട്, അതിൻ്റെ തടി കൊണ്ട് നമുക്ക് നല്ല ഒരു പ്രാർത്ഥനാലയം പണിയാം. അതോടെ പ്രൊഫറ്റിക് സ്കൂൾ വിശാലമാകുകയാണ്, മിനിസ്ട്രി വിശാലമാകുകയാണ്. അത്രയും ശുശ്രൂഷകരെ വാർത്തെടുത്താൽ ആ പ്രവാചകന്മാർക്ക് അത്രയും ശുശ്രൂഷിക്കാൻ കഴിയും, പല നാടുകളിലേക്ക് അയക്കാൻ കഴിയും, പല ദേശങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയാൻ കഴിയും. ഇത് മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ സ്വാർത്ഥരാണ്. കൂടുതൽ ആളുകൾക്ക് പ്രയോജനമുണ്ടാകാൻ ഒരു വിശാലത ആവശ്യമാണ്. റിക്വസ്റ്റ് ദി എക്സ്പാൻഷൻ ബോൾഡ്ലി. അടുത്തത് എന്താണ്? ധൈര്യത്തോടെ വിശാലതയ്ക്കായി ചോദിക്കുക.
എത്ര പേർ തയ്യാറുണ്ട്? Yes. Amen. Amen. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 2-ാം വചനത്തിൽ കാണുന്നത്, യു ഡു നോട്ട് ഹാവ് ബിക്കോസ് യു ഡു നോട്ട് ആസ്ക്. നിങ്ങൾ യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ പ്രാർത്ഥനയിൽ ചോദിക്കാത്തത് കൊണ്ടാണ് വിശാലത വരാത്തത്. വിശാലതയ്ക്കായി ചോദിക്കുന്നത് തെറ്റല്ല, സത്യം പറഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ പുറത്തോട്ട് പോയാൽ പറയുന്നത് സ്പേസ് എന്നാണ് പറയുന്നത്. ഈ സ്പേസ് വളർന്നുകൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനൊരു സൃഷ്ടിപ്പ് നടത്തിയ ദൈവത്തിൻ്റെ കുഞ്ഞായി നമ്മൾ ജീവിക്കുമ്പോൾ എത്ര ധൈര്യത്തോടെ നമ്മുടെ പിതാവിനോട് ഈ ഞെരുക്കമൊന്ന് മാറിപ്പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എൻ്റെ ജനം നശിച്ചു പോകുന്നത് പരിജ്ഞാനമില്ലായ്കയാലാണ്. എനിക്കവരെ അനുഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, വിശാലത തരാൻ കഴിയാത്തത് കൊണ്ടല്ല, അവർക്കറിയില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എല്ലാ വായും തുറന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്കും. ചോദിച്ചേ, വിശാലതയ്ക്കായി ചോദിക്കാം. എവിടെയാണ് ഞെരുങ്ങുന്നത്? സാമ്പത്തിക വിഷയങ്ങൾ ഞെരുങ്ങുവാണോ? നിങ്ങളുടെ വീട്ടിൽ സ്ഥല സൗകര്യമില്ലേ? ചോദിക്കാം. ശുശ്രൂഷയിലെ വിശാലതയ്ക്ക് വേണ്ടി ചോദിക്കാലോ. ബിസിനസ്സിലെ വിശാലതയ്ക്ക് വേണ്ടി ചോദിക്കാലോ. ആത്മീയ ജീവിതത്തിലെ വിശാലതയ്ക്ക് വേണ്ടി ചോദിക്കാമല്ലോ. ചോദിക്കുക. ചിലർ ചിന്തിക്കും, ചോദിക്കാതെ കർത്താവിനെ ഇങ്ങോട്ട് തന്നാൽ പോരെ. അങ്ങനെയല്ല കാര്യം നടക്കുന്നത്. പ്രാർത്ഥനയിൽ ഒരു ആശയവിനിമയമുണ്ട്. നമ്മൾ ചോദിക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ തന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു, എൻ്റെ മകൻ, എൻ്റെ മകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കട്ടെ, ഞാൻ കൊടുക്കും. രാജകീയമായ രീതിയിൽ കൊടുക്കും. എൻ്റെ കയ്യിൽ വേണ്ടത്ര ഉണ്ട്, ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. ഇവർ വളരെ കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ടാണ്. ഒന്ന്, ലെറ്റ്സ് ഗോ ടു ദ ജോർഡൻ. ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഈച്ച് ഓഫ് us ക്യാൻ ഗെറ്റ് എ പോൾ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ മരം മുറിക്കാം. അതും വർക്കിൻ്റെ അസൈൻമെൻറ്റ് പോലും അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത്, ലെറ്റ്സ് ബിൽഡ് എ പ്ലേസ്. നമുക്കൊരു സ്ഥലമുണ്ടാക്കാം, നമുക്കൊരു പ്രാർത്ഥനാലയം പണിയാം. ഞാൻ ഈ സമയത്തൊരു പ്രൊഫറ്റിക് വേർഡ് ഞാൻ റിലീസ് ചെയ്യുകയാണ്. വളരെ ശക്തമായി എൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് ഇതൊരു പക്ഷേ കേൾക്കുന്ന ബ്ലെസ്സിങ് ടുഡേയിലുള്ള ശുശ്രൂഷകരാകാം, ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ചർച്ചാകാം, അല്ല ബ്ലെസ്സിങ് ടുഡേയോടുമായി ബന്ധപ്പെടാത്ത ഏതെങ്കിലും ഒരു സഭയിലാകാം, ഏതെങ്കിലും ശുശ്രൂഷകർ, സഭാജനങ്ങൾ, നിങ്ങൾക്ക് വിശാലമായൊരു പ്രാർത്ഥനാലയം വേണമെന്നിരിക്കട്ടെ, ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങുക. കർത്താവ് സ്ഥലം തരും. സ്ഥലമുണ്ടെങ്കിൽ വിശാലമായ ഹോള് പണിയുവാനുള്ള അവസരങ്ങൾ കർത്താവ് തരും. ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങുക. താങ്ക് യു ജീസസ്. വീടൊന്ന് വിശാലമാണ്. ഒരു മുറി കൂടെ പണിയണം, ഒരു നില കൂടെ പണിയണം, അല്ലെങ്കിൽ വേറൊരു വിശാലമായൊരു വീട് വാങ്ങണം. പ്രാർത്ഥിക്കുമ്പോൾ നല്ല വഴികൾ കർത്താവ് തുറക്കും. അതിനുള്ള റിസോഴ്സസ് കർത്താവ് തരും. വേണ്ട പണം കർത്താവ് കയ്യിൽ തരും. പ്രാർത്ഥിച്ചോ, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വിശാലതകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ വിശാലതയെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ റിസോഴ്സസും ആ വിശാലതയ്ക്ക് വേണ്ടി വന്നുള്ളത് കർത്താവെ അത് കൂടി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വ്യക്തികൾ കൂടി വരട്ടെ. അതിനുവേണ്ടി ആ വിശാലതയിലേക്ക് കൊണ്ടുപോകാനുള്ള കണക്ഷനുകൾ, ഡിവൈൻ കണക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെയും എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകൾക്കും വിശാലമായിട്ടുള്ള സഭാ ഹോളുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. അതിൻ്റെ സ്ഥലങ്ങൾ കർത്താവെ, കാര്യാദികൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ചോദിക്കുകയാണ്. ഞങ്ങളത് ചോദിക്കുകയാണ്. ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. അവ്യക്തമായ വിശ്വാസത്തിന് അവ്യക്തമായ രീതിയിലുള്ള റിസൾട്ട്സേ ഉണ്ടാവുകയുള്ളൂ. വളരെ ക്ലിയറായി ഈ പ്രവാചക ശിഷ്യന്മാർ ചെയ്തത് കണ്ടായിരുന്നു. വെൽ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ അവർ അവതരിപ്പിച്ചു. ഒരു പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ അത് ദൈവികമായത്. പ്രാർത്ഥിച്ച് ക്ലാരിറ്റിയോടുകൂടെ കാര്യങ്ങൾ ചിന്തിക്കാമെങ്കിൽ
ദൈവം കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിച്ചു തരും. യിരെമ്യാവിന്റെ പുസ്തകം 33:3 പറയുന്നത്, call to me and I will answer you. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എല്ലാവരും വചനം ഒന്ന് പറഞ്ഞേ. കർത്താവ് എന്താ പറയുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. അപ്പോൾ കർത്താവ് പറഞ്ഞത് ചോദിച്ചോളാനാണ്. എത്രയോ സ്ഥലങ്ങളിൽ എന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത് ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മത്തായി 7:7 പറയുന്നു, ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ അൺടു യു. ചോദിച്ചാൽ കിട്ടും. ഹല്ലേലൂയ. അതിനുശേഷം അവർ എലീശയോട് പറയുകയാണ്, ഞങ്ങൾ പോയി അതൊക്കെ ചെയ്യട്ടെ എന്ന് ആദ്യം പെർമിഷൻ ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു. അതിനുശേഷം അവരൊരു കാര്യം പറഞ്ഞു, നീയും കൂടെ പോരുമോ? കഥ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ ട്രാജഡി ആയിട്ട് അവസാനിച്ചേനെ. അവരെന്താ പറഞ്ഞത്? നീയാണ് ഞങ്ങളുടെ ട്രെയിനർ, നീയാണ് ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ, നീയാണ് ഞങ്ങളുടെ മെൻറ്റർ, നീയാണ് ഞങ്ങളുടെ റബ്ബായ് ഏലീശ, നീ ഒന്ന് കൂടെ വരുമോ? കൂടെ പോയത് കൊണ്ടാണ് അവിടെ ഉണ്ടായ ഒരു വലിയ പ്രശ്നം. കോടാലി ഇരുമ്പൂരി വെള്ളത്തിൽ പോയി. ആ മിറക്കിൾ നടക്കാൻ കാരണം ഏലീശ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും ദൈവം മുകളിലാക്കി വച്ചിരിക്കുന്ന സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും അതിൻ്റെ ഒരു പ്രസൻസും ഉണ്ടെങ്കിൽ ഒന്നും പിന്നെ പേടിക്കാനില്ല. ഒരു പ്രോജക്റ്റും ഒറ്റയ്ക്ക് ചെയ്യരുത്. കർത്താവില്ലാതെ ദൈവമാക്കി വെച്ച ആത്മീയ ശുശ്രൂഷകർ മുകളിലില്ലാതെ, അവരുടെ ബ്ലെസ്സിങ് ഇല്ലാതെ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ ഈ സഭയുടെ ആവശ്യം എന്താണെന്ന് എൻ്റെ ചോദ്യം. ഈ ചർച്ചിൽ എന്തിനാ വരുന്നത്? അപ്പന ഫ്രീലാൻസേഴ്സ്. ദൈവരാജ്യത്തിൽ ഫ്രീലാൻസേഴ്സ് ഇല്ല. ദൈവരാജ്യത്തിൽ ഒറ്റയാന്മാരില്ല. സദൃശവാക്യത്തിൽ പറയുന്നത്, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കും. കൂട്ടം വിട്ട് നടക്കുക. ചില ആളുകളുണ്ട്, ഈ ഇത് ഓൺലൈൻ്റെ കാലമല്ലേ, എല്ലാം ഓൺലൈനിൽ കിട്ടും അല്ലേ? ക്യാബേജ് മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി, മഞ്ഞൾപ്പൊടി മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി, കപ്പലണ്ടി മേടിക്കണമെങ്കിൽ ഓൺലൈനിൽ കിട്ടും. അതുപോലെ തന്നെ പ്രസംഗവും ഓൺലൈനിൽ കിട്ടും, ശുശ്രൂഷ ഓൺലൈനിൽ കിട്ടും, പ്രവചനം ഓൺലൈനിൽ കിട്ടും, എല്ലാം ഓൺലൈനിൽ കിട്ടും. പക്ഷേ ഇവിടെ പറ്റിപ്പോകുന്ന ഹൈടെക് ഈ വേൾഡിൽ അബദ്ധം പറ്റുന്നത് എന്തെന്നറിയാമോ? ദൈവം ഡിസൈൻ ചെയ്ത രീതിയിൽ നിന്നും ജനം മാറിപ്പോകുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലായി? ദൈവം ഡിസൈൻ ചെയ്തത് ഒരു കുടുംബമായിട്ടാണ്, ഒരു ഫാമിലി സെറ്റിങ്ങിൽ ജീവിക്കണമെന്നാണ് ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതൊരു ആത്മീയ ഗൃഹമാണ്. ജീവനുള്ള കല്ലുകളെ ചേർത്ത് വെച്ചാണ് പണിയുന്നത്. അതിൽ ഡിസിൻറ്റഗ്രേറ്റഡായി ചിലർ കൂട്ടായ്മയിൽ വന്നാലും കൂട്ടത്തിൽ കാണില്ല, അവർ വന്നിരിക്കും പോകും. അങ്ങനെയല്ല, എല്ലാവരും തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരിക്കണം, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്നേഹിക്കണം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് അവ മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ശക്തമായി പറഞ്ഞതാണ്, കർത്താവ് ജനങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നാം പരസ്പരം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹിക്കണം. ഹല്ലേലൂയ. ആ സ്നേഹം സഭയ്ക്കകത്ത്, കൂട്ടായ്മക്കകത്ത് ഇല്ലെങ്കിൽ അത് യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. സകലരും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും എപ്പോൾ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ. അത് എന്ത് സ്നേഹമാണ്? യേശുവിലുള്ള സ്നേഹം, നിർവ്യാജ സ്നേഹം. അങ്ങനൊരു സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമ്പോൾ അതാണ് പശ. എല്ലാവരും തമ്മിൽ ഒട്ടിച്ചേർക്കുന്ന സിമൻ്റ് എന്ന് പറയുന്ന രണ്ട് ഇഷ്ടികൾ തമ്മിൽ ഇടയ്ക്കിട്ട് കൊടുക്കുന്ന സിമൻ്റ് എന്താണ്? ഈ സ്നേഹമാണ്, ക്രിസ്തുവിലെ സ്നേഹം. അത് സഭയ്ക്കകത്തില്ലെങ്കിൽ എല്ലാം തീർന്നു, എല്ലാ ഇഷ്ടിയും വേറെ വേറെ പോകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവരുടെ മുകളിലുള്ള ആത്മീയ പിതാവിനെ, അല്ലെങ്കിൽ അവരുടെ മുകളിൽ ദൈവമാക്കി വെച്ച പ്രവാചകനെ കൂടെ കൊണ്ടുപോയി എല്ലാറ്റിലും കൂടെ നിർത്തി. എല്ലാ പ്രോജക്റ്റുകളിലും
ഇപ്പോൾ ഒരു സോണൽ മിനിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു RM ആയിരിക്കാം, AM ആയിരിക്കാം, നിങ്ങളുടെ മുകളിലാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകരാണോ, അവരോടുകൂടെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടും കൂടെ സകല കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അഥവാ എന്തെങ്കിലും അതിനകത്ത് വന്നാലും അതിലൊരു പരിഹാരമുണ്ടായിരിക്കും. ദൈവം കൂട്ടുനിൽക്കും, അത്ഭുതങ്ങൾ നടക്കും, സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് നടക്കും. ഒത്തിരി പേർക്ക് ഇത് അറിയില്ല. വചനത്തിലുള്ള പ്രിൻസിപ്പിൾസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. നമ്പർ 3, എൻഗേജ് the work of expansion. വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വികസന പ്രവർത്തനങ്ങളിലോട്ട് ഏർപ്പെടുക. അതായത് ചുമ്മാ ചിലരൊക്കെ ഒരേ വിഷയം 45 വർഷം പ്രാർത്ഥിച്ച് തന്നെ മരിക്കും. അതിൽ വിടുതൽ കാണില്ല. അതിന് കാരണം അവരുടെ ചിന്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെല്ലാം നടക്കുന്ന അല്ല. ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ദൈവത്തോടൊപ്പം നാം കൂടെ സഹകരിക്കുമ്പോഴാണ് മിറക്കിൾസ് നടക്കുന്നത്. റെഡി 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 ആർ യു റെഡി? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയോടെ വേണം. ഞാൻ സാധാരണ പറയാറുള്ളത്, പ്രേയർ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വർക്ക്. ഇങ്ങനെ പിടിക്കുക, പ്രാർത്ഥനയും വേണം പ്രവർത്തനവും വേണമെന്ന് പറയാം. ചിലർ പ്രാർത്ഥിച്ച് എൻ്റെ വിളി പ്രാർത്ഥനയാണ്, പ്രാർത്ഥിച്ച് മരിക്കും. എന്നാൽ പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടെങ്കിലോ, ഉദാഹരണത്തിന് അയൽക്കാരെല്ലാം രക്ഷിക്കപ്പെടണമേ 32 വർഷം പ്രാർത്ഥിച്ച് മരിച്ചു, ഒരൊറ്റയാണ് രക്ഷിക്കപ്പെട്ടില്ല. പകരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാളോട് പതുക്കെ ചെന്ന് സുവിശേഷം പറഞ്ഞാൽ, അനുഭവങ്ങൾ പങ്കുവെച്ചാൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു. പ്രാർത്ഥനയും വേണം പ്രവർത്തനവും വേണം. അതല്ലാതെ ഈ പ്രാർത്ഥിച്ച് ഒരു ദൂതൻ, ഗബ്രിയേൽ ദൂതൻ മറിയുടെ അടുക്കൽ വന്നതുപോലെ വന്ന് നടക്കുന്ന ആരും ചിന്തിക്കരുത്. അതും നിന്റെ ജോലിയാണ്. അടുത്ത ആളോട് പറയുക, പ്രാർത്ഥനയും പ്രവർത്തനവും വേണം. വേറൊരാളോട് പറയുക, പ്രാർത്ഥനയും പ്രവർത്തനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടി വിശാലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും കൂടി കുലുങ്ങി ഉറഞ്ഞു തുള്ളി പ്രാർത്ഥിച്ചാലും ഇതങ്ങ് വിശാലമാകുമോ? ഇതൊക്കെ പൊട്ടിത്തെറിച്ച് വലുതാകുമോ? നോ. അതിനൊരു ആക്ഷൻ പ്ലാനുണ്ട്. യോർദാനോളം ചെന്ന് മരം വെട്ടി അറുത്ത് ചീകി റെഡിയാക്കി കുറ്റിയിട്ട് റൂഫിട്ട് ഭിത്തി പണിത് അത് വിശാലമാക്കണം. അവിടെ ഒരു ആക്ഷൻ കൂടിയുണ്ട്. എല്ലാവരും പറയാം ആക്ഷൻ. കൈയെടുത്ത് പറയാം ആക്ഷൻ. ഒന്നുകൂടെ ആക്ഷൻ. ദൈവരാജ്യത്തിലുള്ളവരെല്ലാം എന്തായിരിക്കണം? മെൻ ഓഫ് ആക്ഷൻ, വിമൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. പ്രവർത്തിക്കുന്നവരായിരിക്കണം. ചിന്തകന്മാർ ഒത്തിരി ഭൂമിയിലുണ്ട്. സോക്രട്ടീസിനെ വെട്ടുന്ന ചിന്തകന്മാരാണ് ഇവിടെ ഉള്ളത്. ഒന്നും സംഭവിക്കില്ല. ഭാര്യയ്ക്കും പ്രയോജനമില്ല, മക്കൾക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, സഭയ്ക്കും പ്രയോജനം. ചിന്തിച്ച് അവർ മരിക്കും. എന്നാൽ ചിന്തയോടൊപ്പം ചിന്തിച്ചത് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്തെങ്കിലും നീ കണ്ടു മരിക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. യേശു കർത്താവ് വന്ന് എല്ലാ ദിവസവും ഒരു ഒലിവ് തോട്ടത്തിൽ കയറി ഇങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഇല്ല. അവൻ പുറത്തിറങ്ങി ഗലീലയുടെ നാടുകളിലൂടെ, യഹൂദയുടെ റോഡുകളിലൂടെ എല്ലാം അവൻ പോയി രോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യം ചില നാൽക്കവലയിലൊക്കെ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി പ്രസംഗിക്കുകയാണ്, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ഒരു കൂട്ടം കൂടി. എന്താ പ്രശ്നം? നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് വാ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ യേശു പറയേണ്ട ആവശ്യമില്ല. കർത്താവ് ഇവരെല്ലാം സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇത് രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് വിശാലത ഉണ്ടാകുന്നത്. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Supernatural expansion requires natural effort. അസാധാരണമായ അത്ഭുതങ്ങളോടൊപ്പം സാധാരണമായ ജോലിയും കൂടി ചെയ്യണം. ഇതെങ്ങനെ അസാധാരണ വിശാലതയ്ക്ക് എപ്പോഴും സ്വാഭാവികമായ പരിശ്രമം കൂടെ ആവശ്യമാണ്. അതായത് മനുഷ്യൻ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമ്പോൾ ദൈവം ചെയ്യാൻ സാധിക്കാത്തത് ചെയ്യും. ഒന്നുകൂടി തിരിച്ചു പറയാം.
മാനുഷികമായി ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ മാനുഷികമായി ചെയ്യാൻ കഴിയാത്തത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു മിറക്കിൾ പിറന്നു വീഴുന്നത്. ഒരു അത്ഭുതം ജനിക്കണമെങ്കിൽ മനുഷ്യൻ ചെയ്യേണ്ടതുമുണ്ട്, ദൈവം ചെയ്യേണ്ടതും ഉണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈ എലീശയുടെ ശുശ്രൂഷയിൽ തന്നെ നടന്ന മറ്റൊരു അത്ഭുതമാണ് കടം കയറി. ഒരു വീട്ടിൽ ഭർത്താവ് മരിച്ചുപോയി, ശുശ്രൂഷയിലായിരുന്നു, വിധവ, കടത്തിലാണ്, 2 ആൺമക്കൾ. അന്നത്തെ രീതിയിൽ ഈ 2 ആൺമക്കളെ അവർ അടിമകളാക്കി സ്ലേവ്സ് ആയിട്ട് പിടിച്ചുകൊണ്ട് പോകും കടം വീട്ടിയിലേക്ക്. ഇയാൾ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ കടം കയറി. ഫൈനാൻസിൻ്റെ മിസ്മാനേജ്മെൻ്റ് ആകാം, എങ്ങനെയോ കടം കയറി. പക്ഷെ ഇപ്പോൾ ഭാര്യ സഫർ ചെയ്യുക. എല്ലാ പുരുഷന്മാരോടും പറയും, ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾ മരിക്കരുത്. ഭാര്യയ്ക്കും മക്കൾക്കും കടം തലയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മരിക്കരുതെന്ന് നമ്മളാരോ ചെയ്യരുത്. ഇപ്പോഴേ പ്രാർത്ഥിച്ചു. ഏതായാലും അവിടെ അങ്ങനെ സംഭവിച്ചു. ആ സമയത്താണ് ഈ പ്രവാചക ശിഷ്യൻ്റെ മരിച്ചുപോയ ആളുടെ വിധവ വന്നിട്ട് പറയുന്നത്, കടക്കാർ വന്ന് ആമ്പിള്ളേരെയും കൂടി പിടിച്ചു, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, കടം വീട്ടാൻ നിവൃത്തിയില്ല. ഒരു വലിയ മിറക്കിൾ നടന്നു. എലീശ അവിടെ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു? നിങ്ങൾ പോയി അയൽപക്കങ്ങളിൽ നിന്നും പാത്രങ്ങൾ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്, എത്ര പാത്രങ്ങൾ വേണമെങ്കിലും മേടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക? മുറിക്കകത്ത് കയറി വാതിലടച്ച് ഉള്ള ജാറിൽ ആ തുരുത്തിയിലെ എണ്ണ പകരാൻ പറഞ്ഞു. അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു അവർക്ക്? ചുറ്റിലും പോയി പാത്രങ്ങൾ കൊണ്ട്. അത് എലീശ കൊണ്ടുവരുവോ? ദൈവം കൊണ്ടുവരുവോ? നോ, നമ്മുടെ പാർട്ടാണ്. ഒരു അത്ഭുതം നടക്കാൻ ഇതിനെ JV എന്നാണ് വിളിക്കുന്നത്, ജോയിൻറ്റ് വെഞ്ചർ. ദൈവവും നമ്മളും തമ്മിലുള്ളൊരു ജോയിൻറ്റ് വെഞ്ചറാണ് ഒരു വലിയ മിറക്കിൾ കൊണ്ടുവരുന്നത്. പലരുടെയും ജീവിതത്തിൽ നടക്കാതിരിക്കാൻ കാരണം നമ്മുടെ പാർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ പാർട്ട് പ്രാർത്ഥന മാത്രമല്ല, ചില കാര്യങ്ങൾ വിശ്വാസത്തിൽ ചെയ്യേണ്ടതുണ്ട്. അനേക വർഷങ്ങളായി ജീവിതത്തിൽ ആത്മീയമായിട്ടും മാറ്റമില്ല, ഭൗതികമായിട്ടും മാറ്റമില്ലാത്ത നിരവധി വിശ്വാസികളുണ്ട്. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾക്കും ഒരു വിടുതലുണ്ട്. ഒന്നുണർന്നെഴുന്നേറ്റ് കർത്താവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി, കർത്താവ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. യെരുശലേമിൽ വലിയൊരു ഉണർവുണ്ടാകേണ്ടതിന് നെഹമ്യാവ് ആദ്യം ചെയ്തത് എന്തായിരുന്നു? ജോലിയിൽ നിന്ന് 4 മാസത്തെ ലീവ് എടുത്ത് ഒത്തിരി ലെറ്ററുകൾ വാങ്ങി, അതിന് വേണ്ട കല്ല് ഉരുപ്പടികളെല്ലാം സംഘടിപ്പിച്ച് മതിലങ്ങാകെ പണിതു. അത് ദൈവമാണോ പണിതത്? ഏതെങ്കിലും വേറൊരു പ്രവാചകനാണോ പണിതത്? താനും ജനങ്ങളും ചേർന്ന് 52 ദിവസങ്ങൾ കൊണ്ട് മതിൽ പണി പൂർത്തിയായപ്പോൾ അകത്തൊരു വലിയ സ്പിരിച്വൽ റിവൈവൽ ഉണ്ടായി. ഒരു ഉണർവുണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കേണ്ടത് ആവശ്യമാണ്. മതിലുകൾ പണിയപ്പെടണം. ഇടിഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനയുടെ മതിലുകൾ പണിതെങ്കിൽ മാത്രമേ അടുത്ത ഉണർവുണ്ടാകൂ. എത്ര പേർ തീരുമാനിക്കും? ഹല്ലേലൂയ. വിശന്ന് കത്തിക്കാളുന്ന തീ പിടിച്ച വയറുമായി 10-20,000 പേരിരിക്കുക, പുരുഷന്മാർ മാത്രം 5,000 പേർ. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും അപ്പം ഇപ്പോൾ പൊഴിഞ്ഞു വീഴട്ടെ. പറഞ്ഞോ? നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? വണ്ടർ കിഡ്സിലുള്ളൊരു ചെറുക്കൻ്റെ കയ്യിൽ 5 അപ്പം 2 മീനും അമ്മ പാക്ക് ചെയ്ത് കൊടുത്തത് ഇരിപ്പുണ്ട്. അതല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതിവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചെറുക്കൻ്റെ കയ്യിൽ നമ്മളാണെങ്കിൽ മേടിക്കും. അവനാകെയുള്ളൊരു ടിഫിൻ ബോക്സ് അവൻ്റെ മമ്മി പാക്ക് ചെയ്ത് കൊടുത്ത മീറ്റിങ്ങിന് കൂട്ടത്തിന് പോവുക, യോഗത്തിന് പോവുക. എന്നാൽ മോനെ ഇത് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പാക്ക് ചെയ്ത് കൊടുത്ത 5 ബ്രെഡും 2 മീനും ആ ടിഫിൻ ബോക്സ് മേടിച്ച് അതിൽ നിന്നൊരു മിറക്കിൾ കൊണ്ടുവന്നു. പക്ഷെ ആ മിറക്കിൾ വരുന്നതിന് മുമ്പ് ആദ്യം കർത്താവ് പറഞ്ഞു, ആദ്യം തന്നെ അതിനെ ബ്രേക്ക് ചെയ്തതെല്ലാം ചെയ്ത ശേഷം, ഉള്ളതും കൂടി ബ്രേക്ക് ചെയ്ത ശേഷം കർത്താവ് പറഞ്ഞു കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അപ്പം വർദ്ധിച്ചു. നോ, ഈ ശിഷ്യന്മാർ നുറുക്കുകളുമായി പോകുമ്പോൾ അവരുടെ കുട്ടയ്ക്കകത്ത് അപ്പം വർദ്ധിക്കാൻ തുടങ്ങി. എപ്പോൾ?
അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവർ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ച ശേഷമാണ് വർധനവ്. എൻ്റെ അർത്ഥം അവർ വിശ്വസിച്ചു, ഞങ്ങൾ ഈ നുറുക്കുകളുമായി പോകുമ്പോൾ ഇത്രയും കത്തിക്കാളുന്ന വയറുകൾക്ക് മുഴുവൻ തൃപ്തിയാകുന്നത് ആ സമയത്ത് സംഭവിച്ചോളൂ. പക്ഷെ അവരുടെ പാർട്ട് അവർ ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ വന്നു. യേശുവിന്റെ നാമത്തിൽ പറയും, നീ നിന്റെ പാർട്ട് ചെയ്യാൻ തയ്യാറായാൽ, ഉള്ളത് സമർപ്പിച്ചാൽ അതിൻ്റെ മേൽ പെരുക്കം, അതിൻ്റെ മേൽ വർധനവ്. Hallelujah. Number 4, recover what you lose in the process. പ്രക്രിയക്കിടയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിന് വീണ്ടെടുക്കുക. ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ ചില നഷ്ടങ്ങൾ വരാം, ചില ബുദ്ധിമുട്ടുകൾ വരാം. ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു കൺസ്ട്രക്ഷൻ പ്രോഗ്രാമാണ്, ഒരു ബിൽഡിംഗ് പ്രോജക്റ്റാണ്, ചിലത് പണിയപ്പെടുകയാണ്. ഒരു ദൈവദാസി പറഞ്ഞത് ഇങ്ങനെയാണ്, ബിൽഡിംഗ് ടൈംസ് ആർ എക്സൈറ്റിംഗ് ടൈംസ്. ഒരു വീട് പണി നടക്കുമ്പോൾ ഒരു ആവേശമുണ്ട്, ഒരു സഭയുടെ പണി നടക്കുമ്പോൾ ഒരു ആവേശമുണ്ട്. ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ജനങ്ങൾ ആവേശത്തിലാണ്. നേരത്തെ പറഞ്ഞ നേമായുടെ കാര്യത്തിൽ മതിൽ പണി നടക്കുന്ന സമയത്ത്, മൈ ഗോഡ്, 120 വർഷമായി ഒരാൾ പോലും ഒരു ചെറിയ കല്ല് പോലും പെറുക്കി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെക്കാത്തവർ ആവേശം കൊണ്ട് പെമ്പിള്ളേർ വരെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇറങ്ങിപ്പെടുന്നു. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പെമ്പിള്ളേർ ഇറങ്ങി പ്രവർത്തിക്കുക. വചനത്തിലുണ്ട്, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ. പെൺകുട്ടികൾ ഇറങ്ങി, ചില വീടുകളിൽ നിന്നും പെൺകുട്ടികൾ ഇറങ്ങി ഈ കല്ല് പൊക്കാനും എല്ലാത്തിനും പണിയിൽ അവർ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഒരാവേശത്തിൻ്റെ സമയമായി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ബ്ലെസ്സിങ് ടുഡേ ഫാമിലികളിൽ ഒരാവേശത്തിൻ്റെ സമയം പരിശുദ്ധാത്മാവ് തുറന്നു വിടുകയാണ്. ഒരു ബിൽഡിംഗ് സീസണിലേക്ക്, വിശാലത വരുത്തുന്നൊരു സീസണിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തെ നയിക്കുക. ഇതുവരെ ഇല്ലാത്ത ഉത്സാഹം, ഇതുവരെ ഇല്ലാത്ത ഉണർവ്, ഇതുവരെ ഇല്ലാത്ത ആവേശം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിടുകയാണ്. ഇവര് മരം വെട്ടാൻ തുടങ്ങിയ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഒരാള് ആഞ്ഞു വെട്ടുക, വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോടാലിയുടെ പിടിയുടെ അറ്റത്ത് നിന്നും അതിൻ്റെ ഇരുമ്പ് ഊരി, അത് മര്യാദ ഉറപ്പിച്ചിട്ടുള്ളതായിരിക്കാം, തെറിച്ച് യോർദാൻ നദിയിലേക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, യോർദാൻ നദിയിൽ മാത്രം നടന്ന മിറക്കിൾസ് ബൈബിളിൽ നിന്ന് പെറുക്കിയെടുത്ത് അത് തന്നെ ഒരു ചുമടുണ്ട്. യോർദാൻ നദിയിൽ നടന്ന അത്ഭുതങ്ങൾ, ഇതൊരു അത്ഭുതമാണ്. ഇന്ന് കാണുന്ന യോർദാൻ നദിയല്ല അന്നത്തെ യോർദാൻ നദി. ഇന്ന് ജിയോഗ്രഫി ചെറുതായ ഒരു ചെറിയ കനാല് പോലെ ഉള്ളൂ. എന്നാൽ അന്ന് വളരെ വലുതും വിശാലമായതും ആഴമുള്ളതുമായിരുന്ന ഈ നദി, അതിലേക്കാണ് ഈ കോടാലിയുടെ ഇരുമ്പ് ചെന്ന് വീണിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴും ചില കാഷ്വാലിറ്റീസ്, ചില പ്രശ്നങ്ങളൊക്കെ തലപൊക്കാം. സഭാപണി നടക്കുമ്പോൾ പ്രശ്നങ്ങൾ തലപൊക്കാം. നമ്മൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഇവിടെ, ആരെല്ലാം ഇതിനെ എതിർത്തു, എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഇന്ന് നമ്മൾ ഇതിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ ഓരോ പ്രശ്നത്തിലും ദൈവം കൂടെ ഇരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല, ഞാൻ കൂടെ ഉണ്ട് മക്കളെ, ആപ്പ് 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 പറയുന്നൊരു ക്യാപ്റ്റൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അടുത്ത വിശാലതയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇതിലൊരു സ്റ്റുഡൻറ്റ്, ഏലീശയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് ഈ കൈപ്പിഴ വന്നത്. ഇരുമ്പ് തെറിച്ചു പോയി. അത് ചെറിയ ഇതാണെങ്കിൽ ഇറങ്ങിയെടുക്കാൻ പറ്റാത്തത്രയും ആഴത്തിലാണിത് പോയത്. ഏകദേശം പ്രദേശം അറിയാമെങ്കിലും ഒരാൾക്ക് പോലും മുങ്ങിത്താണെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അത് വീണപ്പോൾ അവനൊരൊറ്റ കരച്ചിൽ കരഞ്ഞു. ഈ കരച്ചിലിൻ്റെ കാരണം 3 ആണ്. ഒന്ന്, അതിന് 3 ലെയറുകളുണ്ട്. ഒന്ന്, ഹി വാസ് വർക്കിംഗ് വിത്ത്
വാട്ട് വാസ് ഇൻ ഹിസ്, എവിടെ നോക്കിയേ, തൻ്റെ സ്വന്തമല്ലാത്ത ഒരു ആയുധം കൊണ്ടാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ സ്വന്തമല്ലായിരുന്നു അത്. അവനിവിടെ പറയുന്നുണ്ട്, അയ്യോ അത് വായ്പ വാങ്ങിയതായിരുന്നു. പ്രോജക്റ്റുകൾ നടക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത്ര പണിയായുധങ്ങളോ വേണ്ടത്ര പണമോ വേണ്ടത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലായിരിക്കാം. വായ്പ വാങ്ങിയത് കൊണ്ടാണ് അവർ ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത്, ഈ ബിൽഡിംഗ് പ്രോജക്റ്റ് നടത്തുന്നത്. ഇല്ല അവരുടെ കയ്യിൽ. അതായിരുന്നു അവൻ്റെ കരച്ചിൽ. 2, ഹി ലോസ്റ്റ് സംതിങ് ഇൻ ദ മിഡിൽ ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തോടെ ജീവിക്കുന്നതിനിടയിലാണ് ചില നഷ്ടങ്ങൾ സംഭവിച്ചത്. എന്ന് വെച്ചാൽ ദൈവഹിതപ്രകാരം തന്നെയാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ഇതിനിടയിലാണ് പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവഹിതമാണ് ചെയ്യുന്നത്, ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഒരു സോണൽ മിനിസ്റ്ററായോ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് മിനിസ്റ്ററായോ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ ചർച്ചിൽ തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും അതിനിടയിലൊരു കാഷ്വാലിറ്റി. അടുത്തത്, ഹി വാസ് ഓണസ്റ്റ്. അവൻ അതിനെക്കുറിച്ച് മാത്രമല്ല അവനത് മറച്ചു വെച്ചില്ല. വേണമെങ്കിൽ അത് മിണ്ടാതിരുന്നിട്ട്, അവനല്ലേ മേടിച്ചത്, അത് അവന്ന് മൂടി വെക്കാമായിരുന്നു, പക്ഷെ അവനത് തുറന്നു പറഞ്ഞു. ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അതുപോലെ തന്നെ തുറന്നിടണം. അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എലീശ അവിടെ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കാമോ? അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അതെവിടെ വീണു എന്ന് അവൻ ചോദിച്ചു. കറക്റ്റ് സ്പോട്ട് കാണിച്ചു തരാൻ പറഞ്ഞു. എലീശ ചെയ്ത കാര്യങ്ങളാണ്. അടുത്തത്, അവനൊരു കൊമ്പ് വെട്ടി അതിലേക്ക് എറിഞ്ഞു. ഒരു വടി വെട്ടിയിട്ട് എന്ത് ചെയ്തു? കറക്റ്റ് ആ സ്പോട്ടിലേക്ക് വടി എറിഞ്ഞു. അടുത്തത്, അതിൽ നിന്ന് എടുത്തു കൊള്ളുക എന്നവൻ പറഞ്ഞു. ഹി സെഡ് ലിഫ്റ്റ് ഇറ്റ് ഔട്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലിക്കുപ്പി പൊങ്ങി നടക്കുന്നത് പോലെ ഇരുമ്പ് മുകളിലേക്ക് പൊങ്ങി വന്നു. ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ ഞാൻ പറയുകയാണ്, ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര ആഴത്തിൽ പോയാലും അതിനെ പൊക്കി മുകളിലേക്ക് കൈയെത്തിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് മടക്കി തരാൻ ദൈവത്തിന് സാധിക്കും. എന്താണ് ശുശ്രൂഷയ്ക്കിടയിൽ, പ്രവർത്തനത്തിനിടയിൽ, ബിസിനസ്സിനിടയിൽ എന്ത് നഷ്ടമായി ദൈവത്തോട് പറഞ്ഞാൽ ഒരു അത്ഭുതം ആ വിഷയത്തിൽ, ആ സ്പോട്ടിൽ കൊണ്ടുവരാൻ കർത്താവിന് സാധിക്കും. കൈകളടിച്ച് ആത്മനിറവിൽ ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. കർത്താവേ, നഷ്ടപ്പെട്ടത്, come on, pray, pray, pray. Hallelujah, praise God, praise God, praise God. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഇതൊരു പ്രൊഫറ്റിക് മെസ്സേജാണ്. വിഷയങ്ങൾ കാണിച്ചു കൊടുക്കണം കർത്താവേ, ഇന്ന സ്ഥലത്ത് ബിസിനസ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ അല്ലെങ്കിൽ ഇന്നതിൽ എനിക്ക് ഇന്നത് നഷ്ടമായി, അതൊന്ന് പൊക്കി കൊണ്ടുവരണേ. ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടായിരുന്നൊരു ക്യാപിറ്റൽ, ഒരു ഫണ്ട്, അത് നഷ്ടമായി. അതിനെ പൊക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കാവുന്ന രീതിയിൽ തിരിച്ചു തരാൻ ഈ കർത്താവിന് സാധിക്കും. Hallelujah, praise God, praise God. ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ചെയ്യേണ്ടത്, ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് പോകാൻ സമയമായി എന്നത് എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്താണ് അതിൻ്റെ ദൈവിക അടയാളം? ഇനി മേല നിങ്ങൾ തന്നെ അകത്ത് പറയുന്നു, ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല, ഇനി നോ, ഇനഫ് ഈസ് ഇനഫ്, ഇനി എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നകത്ത് ഭയങ്കരമായൊരു പ്രഷർ തോന്നുന്നുണ്ടെങ്കിൽ സമയമായി. ആ സമയം തിരിച്ചറിയുക. 2, ആ ഒരു വിശാലതയ്ക്കായി നാം ചോദിക്കണം, വ്യക്തമായി ചോദിക്കണം. പിന്നെ ഇതെല്ലാം കേട്ടു, കേൾക്കുന്ന സമയത്ത് ആ ഒരു ആവേശമൊക്കെ ഉള്ളിൽ വന്നു, തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇതെല്ലാം മറന്ന് ബ്ലാങ്കായി പോകരുത്. തുടർന്നും ദൈവത്തോട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ. ലൂക്കോസ് 18:1 പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ. ഒരാൾ ചോദിച്ചു, ഒരു വിശ്വാസി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? എപ്പോഴെല്ലാം പ്രാർത്ഥിക്കണം?
രാവിലെ പോകുന്നതിന് മുമ്പ്, ജോലിക്ക് പോകുന്നതിന് മുമ്പ്, പഠിക്കാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ, കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കൂടെ പ്രാർത്ഥിക്കുന്ന 2 നേരം പ്രാർത്ഥിച്ചാൽ മതിയോ, 3 നേരം പ്രാർത്ഥിച്ചാൽ മതിയോ? ചിലർ പറഞ്ഞു നമ്മൾ ഒരു ദിവസത്തിൻ്റെ സമയത്തിൻ്റെ 10-1 പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്നവരോട് ദിവസത്തിൽ 24 മണിക്കൂർ അതിൻ്റെ 10-1 പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പോളിസിക്കാരുണ്ട്. പക്ഷേ യേശു എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളെല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. അപ്പോൾ ജോലിക്ക് പോകണ്ടേ, കഞ്ഞി വെക്കണ്ടേ? അതല്ല അതിൻ്റെ അർത്ഥം. എല്ലായ്പ്പോഴും ആത്മാവിൽ ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരി കഴുകുമ്പോഴും, വസ്ത്രമലക്കുമ്പോഴും, കുളിക്കുമ്പോഴും, യാത്ര ചെയ്യുമ്പോഴും, നടക്കുമ്പോഴും, ചന്തയിൽ പോകുമ്പോഴും, ഏത് സമയത്തും സ്റ്റേ കണക്റ്റഡ് ആത്മാവിൽ ദൈവത്തോട്. അതല്ലാതെ വേറൊരു വഴിയുമില്ല. അത് പഠിക്കണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, pray unceasingly. ആ ഒരു പ്രാർത്ഥന. ബസ്സിൽ സഞ്ചരിക്കുക, നോ പ്രോബ്ലം, ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ. അതിനു വേണ്ടി ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ ആവശ്യമില്ല. ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് ഭർത്താവിൻ്റെ പുറകെ പോവുക, പ്രാർത്ഥിക്കാമല്ലോ. ഉറക്കെയൊന്നും പ്രാർത്ഥിക്കണ്ട, ആ ഭർത്താവിൻ്റെ ചെകിട് പൊട്ടിക്കണ്ട. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വലിയ വായിലൊന്നും പ്രാർത്ഥിക്കണമെന്നില്ല. 100 അവിശ്വാസികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ദൈവ പൈതലിന് ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. ഒരു കപ്പലിൽ ഒരാളും ഷേവ് ചെയ്യാതെ, ഒരാളും ഭക്ഷണം കഴിക്കാതെ ചത്താമതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നടുവിൽ 276 യാത്രക്കാർക്കിടയിൽ ഒരു പൗലോസ് ദൈവത്തോട് സംസാരിച്ച് ദൂതനിറങ്ങി. വേറെ ആരും കണ്ടില്ല. അവൻ സ്വർഗീയ ദൂതന്മാരുമായി സംസാരിച്ച് അരുളപ്പാട് മേടിച്ചു. പ്രാർത്ഥിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമില്ല ബ്രദറെ. ഞങ്ങൾ അയൽക്കാരൊക്കെ പ്രാർത്ഥന മേളയല്ല ഇത്. സ്പിരിറ്റിൽ നിന്നും ദൈവത്തോട് ഏത് നിമിഷം ഈ വാ പോലും തുറക്കാതെ പ്രാർത്ഥിക്കാൻ കഴിയും. സ്പിരിറ്റ് ടു സ്പിരിറ്റ്, ഹാർട്ട് ടു ഹാർട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നെ അത് പഠിപ്പിക്കണമേ. വിശാലത വേണമെങ്കിൽ ആ പ്രോജക്റ്റിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കണം. ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. കൂടാതെ ഈ പ്രവർത്തനത്തിനിടയിൽ എന്തെങ്കിലും അഥവാ നഷ്ടമായാൽ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളിലൂടെ അതിനെ റെസ്റ്റോർ ചെയ്യാനും നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട് എന്നുള്ളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തിപ്പിടിക്കാം. ചിലത് നിങ്ങളുടെ മേൽ ഞാനിപ്പോൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ഈ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന സർവ്വജനത്തിൻ്റെയും മുകളിൽ മേൽ ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാവചനികമായി പ്രഖ്യാപിക്കുന്ന ഈ സർവ്വസഭകളിലും ഇപ്പോൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഒരു ഇതിന് ശേഷം റീപ്ലേ കാണാൻ പോകുന്നവർ, ഞാനിപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്. The season of the small room is ending now. ഇടുക്കത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ മുറിക്കകത്തിരിക്കുന്ന ഒരു അനുഭവം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവസാനിക്കട്ടെ. വിശാലതയ്ക്കുള്ള വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ തുടങ്ങട്ടെ. In the name of Jesus. ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ കൂടാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശാലമാകട്ടെ. കൂടാരങ്ങൾ വിശാലമാകട്ടെ. വിശാലമായ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ. അതിരുകൾ വിശാലമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ടതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മടങ്ങാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് മടങ്ങാൻ തുടങ്ങട്ടെ. Hallelujah. Praise God, praise God, praise God, praise God, praise God. Hallelujah. Thank you Jesus. ചില രോഗികൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ സൗഖ്യമാകുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസമൊക്കെ എന്തൊരു ചെസ്റ്റ് പെയിൻ വന്ന് അതിനാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചെസ്റ്റ് പെയിൻ വന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ
എവിടെയാണെങ്കിലും അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഈ കാലിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. കാലിലെ ബ്ലഡ് വെസൽസ്, അതിന് ബ്ലോക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ കുഴലുകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ കിഡ്നികൾക്ക് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യത്തെ സ്വീകരിക്കാം. ഈ രണ്ട് വശത്തായി കൈവെക്കുക. യേശുവിൻ നാമത്തിൽ പ്രവർത്തിക്കാത്ത കിഡ്നികൾ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി മാറട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ കഴുത്തിന് പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. ആ ഭാഗത്ത് ആ പെയിൻ ഇപ്പോൾ മാറിപ്പോട്ടെ. കഴുത്തും താഴേക്ക് കൈകളിലൊക്കെ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ലിവർ, ലങ്സ് തുടങ്ങിയ അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ കണ്ണുകൾക്ക് പ്രയാസമുള്ളവരുണ്ടെങ്കിൽ കൈകൾ രണ്ടും കണ്ണിലേക്ക് എടുത്ത് വയ്ക്കുക. യേശുവിൻ നാമത്തിൽ കണ്ണിൻ്റെ കാഴ്ചകൾ മങ്ങുന്നതോ വേദനയോ അതുപോലെ ഈ ടീയേഴ്സ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ, നിങ്ങൾ കരയുകയല്ല, പക്ഷേ ആ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് എന്തോ മാൽ ഫങ്ഷൻ ഉണ്ടായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ചുരുങ്ങുന്ന രോഗമുള്ള ആരോ എവിടെയോ സൗഖ്യമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. ഇതോട് ചേർന്ന് കരങ്ങൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് വല്ലാതെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ യേശുവിനോട് നേരിട്ട് അതൊന്ന് പറയാൻ തുടങ്ങാമോ? അതുപോലെ ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആരൊക്കെയോ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത് സക്സസ്ഫുൾ ആകട്ടെ. യൂറിനറി ഇൻഫെക്ഷനുകളോ പ്രോബ്ലംസോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക മേഖലകളിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. സ്കിൻ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഒരു വലിയ ഇമോഷണൽ ഹീലിംഗ് ഇപ്പോൾ നടക്കുക. ഇമോഷണൽ ഹീലിംഗ് നടക്കട്ടെ. വൈകാരികമായ ചിന്തകളിൽ, മനസ്സിൽ ഒരു വലിയ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഈ വിടുതലുകളും രോഗസൗഖ്യങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ യേശുവിനായി ഹൃദയം കൊടുത്തിട്ടില്ല, വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പൂർണ്ണമായൊരു സമർപ്പണത്തിലേക്ക് വന്നിട്ടില്ല. ഞാനിന്ന് തന്നെ യേശുവിനായി സമർപ്പിക്കും. അങ്ങനെ പറയുന്നവർ വലതുകരം ഉയർത്തിപ്പിടിക്കുക. നിങ്ങളെവിടെയാണെങ്കിലും ഓൺലൈൻ, ഓഫ്ലൈൻ, മറ്റ് സഭകളിലൊക്കെ ഉയർത്തിപ്പിടിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ രക്ഷകനായും എൻ്റെ കർത്താവായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ എൻ്റെ രക്ഷകർത്തൃത്വം അങ്ങേറ്റെടുത്തതിനായി നന്ദി പറയുന്നു. പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ സൗജന്യമായി നൽകുന്ന നിത്യജീവൻ വിശ്വാസത്താൽ ഞാൻ സ്വീകരിക്കുന്നു. നിത്യജീവൻ ഞാൻ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ദൈവവചനം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ യേശുവിനായി ജീവിക്കുമെന്നും യേശുവിനെ അനുഗമിക്കുമെന്നും ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ആമേൻ. കരങ്ങളൊന്ന് ശിരസിലെടുത്ത് വെക്കാമോ? ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു.
സർവ്വസഭകളിലും ഈ കരങ്ങൾ വെച്ചിരിക്കുന്നവർ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശാലതയിലേക്ക് നടക്കട്ടെ, വർധനവിലേക്ക് നടക്കട്ടെ, കൂടുതൽ വിശുദ്ധിയിലേക്ക് നടക്കട്ടെ, കൂടുതൽ തേജസ്സിലേക്ക് നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.